തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ രാജമാണിക്യ നാടാർക്ക് വാക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ വകുപ്പ് വീതം വെച്ചപ്പോ എക്സൈസ് ആ ബാലേന്ദ്രന്റെ പാർട്ടിക്കാർ പിടിച്ചു മേടിച്ചില്ലേ? പിടിച്ചു വാങ്ങുന്നത് തന്നെ ദുരിതാശ്വാസ ഫണ്ടാ. സാർ വിചാരിച്ച അയാളെ വരച്ചവരെ നിർത്തിക്കൂടെ? എടോ, ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സർക്കസിലെ ട്രപ്പീസ് കളിക്കാരനെ പോലെയാ. ഒന്നും പിഴച്ച താഴെയാ. എല്ലാവരും ഇങ്ങനെ കൈയൊഴിഞ്ഞാ എന്റെ ഗതി ரொம்ப കഷ്ടം. നാടാർക്കിട്ട ഞാൻ എന്നെ சொல்லும். ഡിസ്റ്റിലറി ലൈസൻസ് കിടക്കലേനാ എന്നോട് ഹെഡ് റിമൂവ് പണ്ടിട് സാർ. ഇക്കാര്യത്തിൽ ഞാൻ ഇൻട്രസ്റ്റ് എടുക്കാനായിട്ടല്ല. എല്ലാം ഡൊണാൾഡ് കമ്പനിക്കാരുടെ വേലയാ. ബാലേന്ദ്രന് അവരുടെ ആളാ. മീനാക്ഷിപുരത്ത് ഇങ്ങനെയൊരു ഡിസ്റ്റിലറി വന്നാ അത് അവരുടെ കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട്ടിലെ മാർക്കറ്റിനെയും ബാധിക്കും. ആ, ഏതായാലും ഞാൻ സംസാരിച്ച് നോക്കാം. കണക്ട് മീ എക്സൈസ് മിനിസ്റ്റർ. ആ, MLA നടരാജൻ ഇവിടെ വന്നിട്ടുണ്ട്. തനിക്കെന്താടോ ഇക്കാര്യത്തിൽ ഇത്ര വാശി? വാശിയുടെ കാര്യമൊന്നുമല്ല സാറേ, വയറ്റിപ്പിഴപ്പിന്റെ കാര്യമാണ്. ഈ ഒരു ചെറിയ വകുപ്പും വച്ച് വല്ല ചായക്കാശ് കിട്ടുന്നതും തടയാൻ മാണിക്യ നാടാരല്ല മരകത നാടാര് വന്നാലും ഞാൻ സമ്മതിക്കല. ആഫ്റ്റർ ഓൾ ഹൂ ഈസ് ദിസ് ബ്ലഡി നാടാർ? இந்த ராஜமாணிக்க நாடார் யாருன்னு அந்த அயோக்கிய பயலுக்கு நான் காட்டுறேன். சீக்கிரம் காட்டி கொடுங்க. அந்த ஷாவுக்ராக்கி மினிஸ்ட்ரியில இருந்தா நம்ம விஷயங்கள் நடக்கவே நடக்காது. டேய் நடராஜா, இன்னும் எண்ணி 8 நாளைக்குள்ள அவன் அந்த சேர்ல இருக்க கூடாது. அதுக்கு நான் என்ன பண்ண முடியும்? சேர தூக்கி இங்க கொண்டு வந்து போட்டா போதுமா? அறிவு கெட்டவனே, அதையா நான் கேட்டேன். கேரளாவுல இப்ப என்ன விசேஷம்? இப்போ தோட்டண்டி பாம் ஆயில். பாம் ஆயில் எனக்கு தெரியும். அது என்னடா தோட்டண்டி? தோட்டண்டினா மேல ஃப்ரூட், கீழே என்ன மேல ஃப்ரூட் கீழே கேஷ்யூ நட். ஓஹோ, அதுவா? ஆமா, இன்னும் ஒரு வாரத்துக்குள்ள கேரளாவுல விழா கொண்டாட்டம் ஏதாவது இருக்கா? விழா கொண்டாட்டம் அதான் ஃபெஸ்டிவல்ரா. ஃபெஸ்டிவலா? இருக்கு. வைஸ் சான்சலர் கெராவோ பண்றது. அது தினம் நடக்கிற கூத்து. அதை யாரா கேட்டது? ஃபெஸ்டிவல்ரா. ஓ, ஃபெஸ்டிவலா? இருக்கு. ஓணம். ஓ என்ன நோயம். ஆஹா, அருமையான இங்கிலீஷ். தேங்க் யூ. ஆமா, ஓணத்துக்காக கவர்மெண்ட் எத்தனை லோடு ஸ்பிரிட் ஸ்பெஷலா ஆர்டர் பண்ணிருக்கு? நான் டெலிபோன் பண்ணி கவர்னர் கிட்ட கேட்ட விவரத்தை சொல்றேன். அடாடாடாடாடா, இப்படி ஒரு புத்திசாலி MLA-வை நான் உலகத்துல பார்த்ததே இல்லடா. ஆஹா, என்ன அறிவு, என்ன அழகு. வணக்கம். வெளிப்படா நாயே.